ഈ വിഷയത്തിൽ കുറച്ച് സൂക്ഷിക്കണം. ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോടൊരു വാക്ക് പറയണം. എനിക്ക് തന്നെ സർപ്രൈസ് ആയിരുന്നു. പോ, മരുമകള് പറഞ്ഞപ്പോഴല്ലേ ഞാനും പറഞ്ഞേ. മരുമകളോ? സോ ഇതിലും ഭാർഗവി മേമ്മയുടെ കൈയുണ്ട്. എന്താണ് ഒരു ആലോചന? റാമിനെന്തോ വയ്യാത്ത പോലെ തോന്നുന്നു. അയ്യോ, അതായത് അവൻ ഫീൽ അടിച്ച് നിൽക്കുമല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവൻ ഇന്നിവിടെ റെസ്റ്റ് ചെയ്യട്ടെ. നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ ഇന്ന് അവന്റെ കൂടെ ഇവിടെ നിന്നോട്ടെ. അതിനിപ്പോ ചോദിക്കാൻ എന്തായിരിക്കുന്നേ? ഓഫീസിൽ ഒന്ന് അറിയിച്ചാൽ മാത്രം മതി. നിന്നെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ശരി, ഒരു അരമണിക്കൂർ ഞാൻ റൂമിൽ പോയിട്ട് വരാം. റാമിന്റെ വീട് ഇവിടെയാണല്ലേ പറഞ്ഞത്? എന്തായാലും ഇവിടെ വരെ വന്നില്ലേ, അവനെ കണ്ട് ഒരു കോഫി കൂടെ കുടിച്ചിട്ട് പോ. ഇതായിരിക്കും വീട്. ആരെ കാണാനാ മോളെ? സർ, റാം എന്ന് പേരുള്ള ഒരാള് ഈ വീട്ടിലാണോ? റാം എന്നാണോ പറഞ്ഞേ? എടീ, ദാ വരുന്നു. ഈ വീട്ടിലെ പയ്യന്റെ പേരനാ? ആര്? ആ ചെറിയ പയ്യനില്ല അവനാ? എന്ത് ചെറുപ്പക്കാരനോ? അപ്പൊ എന്താ ഞാൻ ചെറുപ്പക്കാരനൊന്നും അല്ലേ? ചെറുപ്പമാണത്രേ. ഓ, അകത്ത് കയറിപ്പോക്കോ. സർ, റാമിന്റെ വീട് ഇതാണോ? ആർക്കറിയാം മോളെ, ബാച്ചിലറാ. നീ പോയി ചോദിച്ചു നോക്ക്. താങ്ക് യു. ഇവര് രണ്ടുപേരും ഡിവോഴ്സ് ആയി കഴിഞ്ഞാ അതിന്റെ കുറ്റം എന്റെ തലയിൽ വരുമോ? റാം, 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 റാമേട്ടാ, വാതിലൊന്ന് തുറക്ക്. തുറക്കൂ വാതിലുകൾ രാമ, തുറക്കൂ വാതിലുകൾ. ചെറുക്കനൊരു അല്പം പോലും ഉത്തരവാദിത്വം ഇല്ലല്ലോ. ഇനി ഇത്ര നേരമായിട്ട് എഴുന്നേറ്റില്ലേ? ഇനി എങ്ങാനും ജോഗിങ്ങിനോ ജിമ്മിനോ പോയി കാണൂ. വിളിച്ചു നോക്കാം. സ്വിച്ച് ഓഫ് ആണല്ലോ. ആരും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? അങ്കിളിനോട് തന്നെ ചോദിക്കാം, ഈ ഏരിയയില് വാടകയ്ക്ക് വല്ല വീടും കിട്ടുമെന്ന്. വേണ്ട വേണ്ട, 6 മാസം കഴിഞ്ഞ് നടക്കേണ്ട ഡിവോഴ്സ് ഇന്ന് തന്നെ അങ്ങനെ നടന്നാലോ? ഏട്ടാ, സൂപ്പർ. സർ, നിങ്ങള് അല്ല, ഇതെന്ത് അത്ഭുത സീത. കണ്ടില്ലേ, ഞാൻ തന്നെ കാണാന്ന് കരുതി വന്നാ കാണില്ല. ഞാനിവിടെ മറ്റൊരാളെ കാണാൻ വന്നതാ. അപ്പോ അതാ താൻ വന്നു നിൽക്കുന്നു. ഓ, വേറെ ആരോടെങ്കിലും സംസാരിക്കാൻ വന്നയാണോ? നമ്മുടെ ജോലി തന്നെ അതല്ലേ.
ഒരു കേസിന്റെ കാര്യം അറിയാൻ വേണ്ടി ഇവിടെ ഒരാളോട് സംസാരിക്കാൻ വേണ്ടി വന്നതാ. ഓഫീസിലേക്കാണോ? ലേറ്റ് ആയെന്ന് തോന്നുന്നു. ആ സർ, പോണം. നിങ്ങൾ എന്തായാലും വന്നത് നന്നായി. എന്തു പറ്റി? സർ, നിങ്ങളുടെ ഫീസ് എത്രയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. എന്നിട്ട് വേറെ ലോയറെ വെക്കാനാണോ? സർ, അങ്ങനെയല്ല സർ. പിന്നെ ഫീസൊക്കെ എനിക്ക് എന്തിനാ സീത? ഇനി ലോണൊക്കെ കൊടുക്കാൻ കുറെ ബാക്കിയില്ലേ? അല്ല സർ, നിങ്ങൾ ലോൺ അടയ്ക്കാൻ എക്സ്ട്രാ ടൈമിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏയ്, അതിനിപ്പോ എന്താ സീത? അതൊക്കെ എന്റെ കടമയാ. നോക്ക്, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫീസൊക്കെ ഞാൻ തന്നെ ഒരുമിച്ച് വാങ്ങിക്കോളാം. വസൂല് ചെയ്യാതെ ഞാൻ ഒരാളെയും വിടില്ല. നിങ്ങക്ക് ഓഫീസിൽ പോറായില്ലേ? വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സർ, ഞാൻ പോയിക്കോളാം. ബൈ. താങ്ക് യു സർ. ബൈ. സാർ നമസ്കാരം. നമസ്കാരം. അത് അവിടെ കാണുന്നില്ലേ? ആ വീട് നിങ്ങളുടെയാണോ? അതല്ല, അതിന്റെ അപ്പുറത്തുള്ള വീടാ എന്റെ. ഞാനൊരു ലോയറാണ്. നോക്ക്, അതെല്ലാം എൻക്രോച്ച്മെന്റ് ആണ്. ഗവൺമെന്റ് പ്രോപ്പർട്ടിയിൽ വീട് വെച്ച എങ്ങനെയാ? നിങ്ങൾ എന്താ സാറേ പറയുന്നേ? ഞങ്ങളിവിടെ 15 വർഷമായിട്ട് താമസക്കാരാ. സർക്കാർ മാത്രമാ സ്ലോ. പണിഷ്മെന്റ് എല്ലാം സ്പീഡായിരിക്കും. നോക്ക്, അതെല്ലാം പൊളിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സാർ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാനിവിടെ സീതയുടെ വീട്ടിലേക്ക് വന്നതാ. അവരുടെ വീട്ടിലെ ഡീറ്റെയിൽസ് നോക്കിയപ്പോഴാ എനിക്ക് കാര്യമൊക്കെ മനസ്സിലായ. ഇതെല്ലാം ഇല്ലീഗലാ. ഇതെല്ലാം പൊളിച്ചു കളയും. അതിന് ഞങ്ങൾക്ക് നോട്ടീസ് ഒന്നും വന്നില്ലല്ലോ. വരുമല്ലോ. ഇത് വല്ലാത്ത തലവേദനയുള്ള സാറേ. പേടിക്കല്ലേ. നോക്ക്, സീതയുടെ വീടിന്റെ ലോണിന്റെ കാര്യമൊക്കെ ഞാനാ നോക്കുന്നത്. നിന്റെ കേസ് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഡോണ്ട് വറി. ഇനി എന്താ സാറേ ചെയ്യേണ്ടത്? നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ വീടിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ എന്നെ ഒന്ന് കൊണ്ട് കാണിക്ക്. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തന്നോട് പറയാം. ഓക്കെ? ശരി സാറേ. ഇതേതാ ഒരു സൂപ്പർ പെയർ? ബ്രദർ, ബ്രദർ, ഇത് നീ തന്നെയാണോ? ഞാൻ കരുതിയതോ അണ്ടർ-19 പ്ലെയർ ആയിരിക്കുമെന്ന്. പറയടാ, എന്താ ഇത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ ചേട്ടാ, എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. രാത്രി ഏത് ബ്രാൻഡാ അടിച്ചത്? സ്വന്തം ബ്രാൻഡാടാ. സത്യയുടെയാ, പുതിയ ബ്രാൻഡാ, ഒറിജിനലാ. ഇതുവരെ ഉണ്ടായിരുന്ന സത്യ വേറെ, ഇനി കാണാൻ പോകുന്ന സത്യ വേറെ. ഓ സൂപ്പർ. അല്ല, ഈ പെട്ടെന്നുള്ള മാറ്റത്തിന്റെ കാരണം എന്താ? മാറ്റം പ്രകൃതി നിയമമാണ്. അണ്ടർ-19 പ്ലെയറാന്ന് വിചാരിച്ചപ്പം മാച്ച് റഫറിയെ പോലെ സംസാരിക്കുന്നേ. അത് കുടിയന്റെ വാക്കൊക്കെ ആര് വിശ്വസിക്കാനാന്ന് ചിലവരൊക്കെ പറഞ്ഞിരുന്നടാ. അതിനാ ഈ പുതിയ ഗെറ്റപ്പ്. ഇങ്ങനെയാകുമ്പോ ഞാൻ പറയുന്നൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ അല്ലേ ചേട്ടാ? എന്താ ഭാർഗവി, നിനക്കൊരു ടെൻഷൻ? ചേട്ടത്തി, നിന്റെ ഭാര്യ പറഞ്ഞത് കറക്റ്റാ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. എത്ര വലിയ മാറ്റാ ഇത്, എന്റെ മൈഥുന. കറക്റ്റ്. എന്നെ ഇങ്ങനെ ഒരു ഗെറ്റപ്പിൽ കാണാൻ കഴിയുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിച്ച് കാണില്ല അല്ലേ? ഞാൻ കുടിച്ചിട്ടില്ല. മണം വരുന്നില്ല. വേണമെങ്കിൽ പരിശോധിക്കാം. ഇനി സംശയം ഉണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനും ഇനി അങ്ങോട്ട് രാമന്റെ കൂടെ തന്നെ കാണും. അതിൽ തെറ്റൊന്നുമില്ലല്ലോ ഭാർഗവി? അല്ല ചേട്ടത്തി?
പറ്റൂ? ഒരിക്കലുമില്ല. എന്റെ പ്രിയപ്പെട്ട മൈഥുന, നീ ഓഫീസ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാന്ന് കേട്ടപ്പോ അമ്പമ്പാ, എനിക്ക് തണുത്ത പാല് കുടിച്ച പോലെ സന്തോഷായി. നിന്നെ ഇങ്ങനെയൊന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ എത്ര ജപം ചെയ്തിട്ടുണ്ട്, എത്ര തപം ചെയ്തിട്ടുണ്ടെന്നറിയോ? അല്ലേ സാധന? അതെ ചേച്ചി. രാം വന്നു കഴിഞ്ഞാ ഈ വീട്ടില് പല മാറ്റങ്ങളും ഉണ്ടാവുമെന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു മാറ്റോ? എന്റെ ഈശ്വരാ, എനിക്ക് എന്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാനാവുന്നില്ല. കണ്ണു കിട്ടാതിരിക്കട്ടെ. ഈ കാര്യം എനിക്ക് എത്രയും പെട്ടെന്ന് അച്ഛനെ അറിയിച്ചേ പറ്റൂ. അച്ഛാ, അച്ഛാ. ബ്രദർ, ഫ്രീ ഹിറ്റ് കയറി 6 അടിച്ചല്ലോ. ഞാൻ നിന്നോട് ചോദിച്ചത് മുഴുവൻ ഇത് മാത്രമാ. എന്റെ ഭർത്താവിനൊരു സ്ഥാനം, എനിക്കൊരു സമാധാനമുള്ള ജീവിതം. എന്റെ പ്രാർത്ഥന അവസാനം നീ കേട്ടെന്ന് തോന്നുന്നു. പ്രിയ, വീടിന്റെ അന്വേഷണമൊക്കെ എവിടെ വരെയായി? കിട്ടിയില്ല. വെളുത്തപ്പോ തന്നെ റാമന്റെ വീട്ടിലേക്ക് ഞാൻ പോയതാ. അവൻ എന്ത് മടിയനാണെന്നറിയോ? എന്നെ വരെ തോപ്പിക്കുമെന്ന് തോന്നുന്നു. ആണോ? എന്തേ? അയ്യോ, അവന്റെ വീടിന്റെ മുന്നിൽ ചെന്ന് ഫോൺ ചെയ്താ ഫോൺ സ്വിച്ച് ഓഫ്. ഉറക്കത്ത് പിന്നെ ഒന്നും അറിയില്ല. ഇന്നലെ ബോസിന്റെ കൂടെ ലേറ്റ് നൈറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആണോ? നീ എങ്ങനെയാ അറിഞ്ഞത്? ഓ, നിന്റെ ഫ്രണ്ട് പറഞ്ഞതാണോ? അവന്റെ ഫ്രണ്ടിനോട് പറഞ്ഞതാ. എന്താ? സിഹി ഇന്നലെ റാമിനെ ഫോൺ ചെയ്തിരുന്നു. അപ്പൊ അവൻ ബോസിന്റെ കൂടെ ആയിരുന്നു. ഉറങ്ങാൻ വൈകിട്ടുണ്ടാവും. ഓ, അതുകൊണ്ടാണോ ബോസ് ഇതുവരെ ഇങ്ങോട്ട് എത്താത്തത്? സീത, റാമിന്റെ വീടിരിക്കുന്ന ഏരിയ സൂപ്പർ ആണടി. ഞാൻ എന്തായാലും അതിന്റെ അടുത്തൊരു വീട് നോക്കുന്നുണ്ട്. സജസ്റ്റ് ചെയ്തതാരാ? മറന്നുപോയോ? വീട് കിട്ടട്ടെ, നിനക്ക് ഞാനൊരു പാർട്ടി തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിലൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം സാറേ? പേടിക്കാന്നേ, ഞാനുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. ഫോൺ നമ്പർ തന്റെ കയ്യിലില്ലേ? ഉണ്ട് സാറേ. ഇനി പേപ്പർ വന്ന സീതമ്മയുടെ എന്തായാലും പറയും. ഹായ് സിഹി. എന്താ മോനെ നീ ഇവിടെ? കുറച്ച് ജോലി ഉണ്ടായിരുന്നു. സിഹി, സ്കൂളിലേക്കാണോ? പറയും മോളെ, അങ്കിളല്ലേ ചോദിക്കുന്നേ? അങ്കിളല്ല, മോൾ എന്നെ ഫ്രണ്ട് എന്ന് വിളിച്ചാ മതി. ഞാൻ സ്ട്രേഞ്ചേഴ്സിനൊന്നും ഫ്രണ്ട് ആക്കാറില്ല. ഗുഡ് ഹാബിറ്റ്. മോളു, ഞാൻ പക്ഷേ സ്ട്രേഞ്ചർ അല്ല. മോളുടെ സീതമ്മയ്ക്ക് എന്നെ നന്നായി അറിയാം. സീതയെ കാണാൻ വന്നതാണോ മോനെ? അല്ല, ഇവിടെ ഒരാളെ കാണാനുണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നതാ. അതെ, ആ പച്ചക്കറി വണ്ടി വിടല്ലേ. മുത്തശ്ശ, നമുക്ക് സ്കൂളിലേക്ക് ലേറ്റ് ആയില്ലേ? പോകണം.
പോവാം മോളെ, വരട്ടെ മോനെ. ഓ, നീ എപ്പോഴാ മോനെ വന്നേ? ഇപ്പൊ വന്നേ ഉള്ളൂ അമ്മേ. സീതയെ കാണാൻ വന്നതാണോ? അതെ അമ്മേ, സീതയെ കാണാൻ വേണ്ടി വന്നതാ. കൂട്ടത്തിൽ നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ട് പോവാന്ന് കരുതി. അമ്മേ, അമ്മ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ കോഫിയുടെ രുചി ഇന്നും നാവിൽ അതുപോലെ ഉണ്ട്. ആണോ? എന്നാ വാ മോനെ, ഒരു കാപ്പി കുടിക്കാം. കുഴപ്പമില്ലമ്മേ. ഞങ്ങളെപ്പോലെ വയസ്സായവരോട് ആരാ മോനെ സംസാരിക്കുക? അങ്ങനെയുള്ളപ്പോ നീ ഞങ്ങളെ കാണാൻ ഇവിടെ വരെ വന്നില്ലേ മോനെ? നിന്നെ പോലെയുള്ളവർ ഇന്നത്തെ കാലത്ത് വളരെ കുറവാ. വാ മോനെ, കോഫി ഉണ്ടാക്കി തരാൻ, കുടിച്ചിട്ടേ പോകാവൂ. കുറച്ച് തക്കാളി എടുക്കേട്ടാ. അച്ഛനെന്താ ഒരു ബുദ്ധിമുട്ട് പോലെ? സത്യൻ ഓഫീസിൽ പോകുന്നതിലുള്ള ബുദ്ധിമുട്ടാണോ അച്ഛാ? പിന്നെ അച്ഛാ, സത്യക്കിപ്പോ നല്ല മാറ്റമുണ്ടെന്നേ. കണ്ടില്ലേ എത്ര നന്നായിട്ട് ഷേവ് ഒക്കെ ചെയ്ത് നിൽക്കുന്നെന്ന്? ഇന്ന് കുടിച്ചിട്ടേ ഇല്ല അല്ലേ സത്യ? അച്ഛനോട് പറയേ. അച്ഛാ, അവൻ ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം മാറി നാളെ പഴയതുപോലെ കുടിച്ച് മോശമൊന്നും ആവില്ല അച്ഛാ. അവൻ ഇപ്രാവശ്യം ശരിക്കും മാറിയിട്ടുണ്ട് അല്ലേ സത്യ? നീ പറ. ഭാർഗവി, ചില കാര്യങ്ങൾ മാറ്റുന്നത് സാധ്യമല്ല. പുറത്ത് കാണാൻ മാറ്റമുണ്ടെന്ന് കരുതി നടത്തത്തിലും സ്വഭാവത്തിലും ഒക്കെ മാറ്റമുണ്ടെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല മോളെ ഞാൻ. ഇരുപത് വർഷമായിട്ട് മാറ്റമില്ലാത്ത ഒരാള് 20 നിമിഷം കൊണ്ട് മാറിയെന്ന് പറയുമ്പോ അത് തീരെ ശാശ്വതമല്ല മോളെ. എപ്പോഴും അബോധാവസ്ഥയിലുള്ള ഒരാള് എന്ത് തീരുമാനമെടുത്താലും അതിന് വിലയുണ്ടാകുമോ? അപ്പു, നീ എഴുന്നേറ്റോടാ? നീ നന്നായിട്ടൊന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച വിളിക്കാതിരുന്നത്. ആർ യു ഓക്കെ? ഐ എം ഫൈൻ നേമ, താങ്ക്സ്. മുത്തശ്ശ ഗുഡ് മോർണിംഗ്. ചെറിയച്ച ഗുഡ് മോർണിംഗ്. ചെറിയച്ച, എന്താ ഇത് പുതിയ ഗെറ്റപ്പിലൊക്കെ? ഇത് മതി, സൂപ്പർ, വെരി നൈസ്. ഓഫീസിലേക്കാ? വാ, ഒരുമിച്ച് പോവാം. ഇവൻ തന്നെ ഇതെല്ലാം വെറുതെ ആയിന്ന് വിചാരിച്ചിരിക്കുമ്പോ നീ ഇവനെ കൈയും പിടിച്ച് ഓഫീസിൽ കൊണ്ടുപോകുന്നു. അവന് ഓഫീസിലേക്കൊന്നും കൊണ്ടുപോകണ്ട, നീ പോയിക്കോ. ഇതുവരെ സംഭവിച്ചതൊക്കെ തന്നെ മതി. അതുപോലും എന്റെ മനസ്സിൽ ഉണങ്ങിയിട്ടില്ല. ഇനി ഒന്നും കൂടെ സഹിക്കാനുള്ള ശക്തി എനിക്കില്ല. നീ ചെല്ല്. അച്ഛൻ പറഞ്ഞത് വളരെ ശരിയില്ല റാം. നീ പോയിട്ട് വാ. നീ ഹാപ്പി അല്ലടാ? എനിക്കത് മതി. പോയിട്ട് വാ. ശരി മുത്തശ്ശ, ഞാൻ പോയി വരാം. ബൈ.